ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ് അല്ലേ. അതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ജില്ലയിൽ നിയമനം കിട്ടുവാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളമാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ വയനാട് ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 നിയമന സാധ്യതകൾ എത്രത്തോളമാണെന്നാണ് അനലൈസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ വയനാട് ജില്ലയിൽ അപ്ലൈ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല. അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന സംശയത്തിൽ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാ ജില്ലകളുടെയും ജില്ലാ തലത്തിലുള്ള കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോയും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വയനാടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വയനാട് ജില്ലയിലെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എത്ര പേരാണ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്? വെറും 1507 പേര് മാത്രമാണ് വയനാട് ജില്ലയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്. വെറും 1507 പേര് മാത്രം. ഇതിൽ എത്ര പേരായിരുന്നു കൺഫർമേഷൻ നൽകിയത്? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയ ഒരു എണ്ണമാണ് 992. വെറും 992 പേര് മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വയനാട് ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത്. എന്താണ് കൺഫർമേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്നവർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്സാമിന് 1-2 മാസം മുൻപായിട്ട് തന്നെ എക്സാം ഡേറ്റും സിലബസും പറഞ്ഞുകൊണ്ട് കൺഫർമേഷൻ നൽകൂ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നൽകൂ എന്ന് പറഞ്ഞ PSCയുടെ ഒരു മെസ്സേജ് നമ്മളുടെ PSC പ്രൊഫൈലിൽ വരും. അപ്പൊ നമ്മൾ PSC പ്രൊഫൈലിൽ ലോഗിൻ ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, കൺഫർമേഷൻ നമ്മൾ നൽകേണ്ടതുണ്ട്. കൺഫർമേഷൻ നൽകാത്ത പക്ഷം നിങ്ങൾക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എക്സാം എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള ഒത്തിരി പേരെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് പറ്റരുത്. എപ്പോഴും PSC പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ നൽകുവാനുള്ള മെസ്സേജ് വരുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളുടെ യൂട്യൂബിലും അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വെറും 1507 പേര് മാത്രം അപ്ലൈ ചെയ്തു. അതിൽ 992 പേര് കൺഫർമേഷൻ നൽകി. ഈ കൺഫർമേഷൻ നൽകിയ എല്ലാവർക്കും തന്നെ ചിലപ്പോൾ എക്സാം എഴുതാൻ പറ്റണം നിർബന്ധമില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് എക്സാം എഴുതാൻ പറ്റാതെ വന്നേക്കാം. അങ്ങനെ 992 പേരിൽ വെറും 731 പേര് മാത്രമാണ് 731 പേര് മാത്രമാണ് വയനാട് ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലെയുള്ള ഒരു പരീക്ഷ, വെറും 731 പേര് മാത്രം എഴുതുന്ന ഒരു PSC പരീക്ഷ. ഇതുപോലെ ഒരു എക്സാം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം, ജനറൽ PSC പരീക്ഷയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തതും എല്ലാം തന്നെ അല്ലേ. ഈ ഒരു പരീക്ഷയ്ക്ക് ആകെ കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്, പരീക്ഷ എഴുതിയവരുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 731 പേര് മാത്രമാണ്. ഇതിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എത്ര പേരായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് തന്നെയാണ് ഒരു പരീക്ഷയുടെ ഗുണം കേട്ടോ. ഈ ഒരു പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ എണ്ണം വളരെ കുറവാണ്. വളരെ കോമ്പറ്റീഷൻ കുറവുള്ള ഒരു തസ്തികയാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 എന്ന പരീക്ഷ. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു 731 പേരിൽ എത്ര പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു വന്നതെന്ന് നോക്കാം. 731 പേരിൽ 27 പേരായിരുന്നു ഈ ഒരു വയനാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 27 പേര്. അപ്പൊ കട്ട് ഓഫ് എത്രയായിരുന്നു? വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 25.33 മാർക്കായിരുന്നു. നിങ്ങൾ ഓർക്കണം, 100 മാർക്കിന്റെ പരീക്ഷയാണ് കേട്ടോ. 100 മാർക്കിന്റെ പരീക്ഷയിലെ കട്ട് ഓഫ് ആണ് ഈ 25.33 മാർക്ക്. വളരെ കുറവാണല്ലേ. 25 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ എളുപ്പമല്ലേ. 25.33 മാർക്ക് മാത്രമായിരുന്നു ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുക. ഹയസ്റ്റ് മാർക്ക് നോക്കിക്കേ, 45.67 മാർക്ക്, മെയിൻ ലിസ്റ്റിലെ ഹയസ്റ്റ് മാർക്ക്. അപ്പൊ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? 27 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ 25.33 മാർക്കും അതിന് മുകളിലെ മാർക്ക് മേടിച്ച വെറും 27 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വയനാട് ജില്ലയിൽ എത്ര അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്? 17 അഡ്വൈസുകളാണ് ഇതുവരെ വയനാട് ജില്ലയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ 731 പേര് എക്സാം എഴുതി. അതിൽ 27 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതിൽ 17 പേർക്കാണ് ആ ഒരു കംപ്ലീറ്റ് ലിസ്റ്റിൽ നിന്ന്, മെയിൻ ലിസ്റ്റും സപ്ലിമെന്റ് ലിസ്റ്റിൽ നിന്നുമായിട്ട് ഇതുവരെ അഡ്വൈസുകൾ പോയിട്ടുള്ളത്. അപ്പൊ ഇതുപോലുള്ള ഒരു പരീക്ഷ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. നമ്മുടെ ആപ്ലിക്കൻസിന്റെ എണ്ണം നോക്കിയാലും നമ്മുടെ അഡ്വൈസുകളുടെ എണ്ണം നോക്കിയാലും എല്ലാം തന്നെ ഇതുപോലൊരു മറ്റൊരു പരീക്ഷ നിങ്ങൾക്ക് ഒരു PSC എക്സാമിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം നന്നായിട്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ വിനിയോഗിക്കുക. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പരിശ്രമിച്ച് ഇപ്പോഴേ തന്നെ പഠിച്ച് തുടങ്ങുക കേട്ടോ.
അപ്പോൾ നമുക്ക് വയനാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിലേക്ക് കടക്കാം. ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ എത്ര പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? 14 പേരാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ നിന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ആ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 45.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 26 മാർക്കുമായിരുന്നു. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 20 ബിലവ് റിസർവേഷൻ ഉള്ളവരിൽ 6 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക്, ഈ 6 പേരിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 31 മാർക്കും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 26 മാർക്കുമായിരുന്നു. SC റിസർവേഷൻ ഉള്ളവരിൽ ഒരാളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 28.67 മാർക്കാണ്. ST വിഭാഗത്തിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ മുസ്ലിം റിസർവേഷൻ ഉള്ളവരിൽ 4 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 45.6 മാർക്കും ലോവസ്റ്റ് മാർക്ക് 25.33 മാർക്കാണ്. OBC വിഭാഗത്തിലെ 2 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 29.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് 26.66 മാർക്കുമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ആരും തന്നെ ആ ഒരു മെയിൻ ലിസ്റ്റിൽ, വയനാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ റിസർവേഷൻ കാറ്റഗറിയുടെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? അതിൽ തന്നെ ആ സപ്ലിമെന്ററി ലിസ്റ്റിലെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. 70 ബിലവ് റിസർവേഷൻ കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 6 പേരായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മെയിൻ ലിസ്റ്റിലെ ലോവസ്റ്റ് മാർക്കായ കട്ട് ഓഫ് മാർക്കിനേക്കാളും കുറവ് മാർക്കുള്ളവരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടാവുക. നമ്മുടെ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 25.33 മാർക്കായിരുന്നല്ലോ. അപ്പൊ അതിലും താഴെ മാർക്കുള്ളവരാണ് ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വരിക. അപ്പൊ 70 ബിലവയുടെ ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ 6 പേരായിരുന്നു. അതിൽ ഹയസ്റ്റ് മാർക്ക് 25 മാർക്കും ലോവസ്റ്റ് മാർക്ക്, ഏറ്റവും കുറവ് മാർക്ക് നേടിയത് 19.33 മാർക്കുമായിരുന്നു. അതുപോലെ SC വിഭാഗത്തിലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 5 പേരായിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 17.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് 13.33 മാർക്കുമാണ്. ST കാറ്റഗറിയിലെ സപ്ലിമെന്ററി ലിസ്റ്റിലും 5 പേരായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 14 ലോവസ്റ്റ് മാർക്ക് 11 ആണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാ റിസർവേഷൻ കാറ്റഗറിയിലും ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? അതിൽ തന്നെ ആ ഒരു ലിസ്റ്റിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ റിസർവേഷൻ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോ വിഷൻ കാറ്റഗറിയിൽ ഒരാളായിരുന്നു ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഹിയറിംഗ് ഇമ്പയർമെന്റ് കാറ്റഗറിയിലും ഒരാളായിരുന്നു ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി സെറിബ്രൽ പാൾസി കാറ്റഗറിയിലും 2 പേരായിരുന്നു ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അവരുടെ മാർക്കുകളും ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്കൊക്കെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിസർവേഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് പരിശോധിക്കാം. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വയനാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അതുപോലെ അവരുടെ ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്ക് എന്നീ വിവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന കേരള PSC പരീക്ഷകൾ, അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം, അതുപോലെ 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ എന്നീ 3 പരീക്ഷകളിലും ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. ഇനി നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വയനാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിലെ 9ാമത്തെ റാങ്കുള്ള ആൾക്കാണ് ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗം എന്ന് പറയുമ്പോഴേക്കും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, റിസർവേഷൻ കാറ്റഗറികളൊന്നും തന്നെ കൺസിഡർ ചെയ്യാതെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് വയനാട് ജില്ലയിൽ അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 9 ആണ്. 9ാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 32.67 മാർക്കാണ്. അതുപോലെ മെയിൻ ലിസ്റ്റിലെ 12ാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് 20 ബിലവ് റിസർവേഷൻ പ്രകാരം അഡ്വൈസ് പോയിട്ടുള്ളത്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 30.33 മാർക്കാണ്. അതുപോലെ SC കാറ്റഗറിയിൽ
17ാമത്തെ മെയിൻ ലിസ്റ്റിലെ 17ാമത്തെ റാങ്കുള്ള ആൾക്കാണ് SC റിസർവേഷൻ കാറ്റഗറി പ്രകാരമുള്ള അഡ്വൈസ് പോയിട്ടുള്ളത്. അവസാനമായി അഡ്വൈസ് പോയത് അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 28.67 മാർക്കാണ്. ST കാറ്റഗറിയിലും LC കാറ്റഗറിയിലും OBC കാറ്റഗറിയിൽ നിന്ന് ഇതുവരെ ഒന്നും അഡ്വൈസുകളൊന്നും പോയിട്ടില്ല. നമ്മുടെ PSCയിൽ ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ആ ഒരു റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് ഓരോ റിസർവേഷൻ ഉള്ളവർക്കും അഡ്വൈസുകൾ പോവുക കേട്ടോ. അപ്പൊ അവരുടെ ഊഴം വരുന്നതിനനുസരിച്ചായിരിക്കും അഡ്വൈസുകൾ പോവുക. അതുപോലെ മുസ്ലിം റിസർവേഷൻ ഉള്ളവരിൽ അവസാനമായിട്ട് അഡ്വൈസ് പോയത് മെയിൻ ലിസ്റ്റിലെ 19ാമത്തെ റാങ്കുള്ള ആൾക്കാണ്. ആ അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 27.33 മാർക്കാണ്. അതുപോലെ വിശ്വകർമ്മ കാറ്റഗറിയിലും SIS നാടാർ കാറ്റഗറിയിലും ഹിന്ദു നാടാർ കാറ്റഗറിയിൽ നിന്നും ഇതുവരെ ആർക്കും അഡ്വൈസുകൾ പോയിട്ടില്ല. അവരുടെ ഊഴം വരുന്നതിനനുസരിച്ചായിരിക്കും അഡ്വൈസുകൾ പോവുക. SSC കാറ്റഗറിയിലും വീവർ കാറ്റഗറിയിലും അവസാനമായിട്ട് അഡ്വൈസ് പോയത് സപ്ലിമെന്ററി ലിസ്റ്റുകളിലെ 1ാമത്തെ റാങ്കുള്ള ആളുകൾക്കാണ്. അവരുടെ മാർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ നിന്നും ആ ഒരു റിസർവേഷൻ പ്രകാരം അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്കുകൾ എത്രയാണ്, അവരുടെ മാർക്ക് എത്രയാണെന്ന് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ് കേട്ടോ. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് അവസാനമായിട്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുള്ള ആൾക്കാണ് അഡ്വൈസ് പോയത്. അതുപോലെ ലോ കൗണ്ട് ഡിസബിലിറ്റി സെർബൽ പാൾസി വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. ലോ വിഷൻ കാറ്റഗറിയിൽ ഇതുവരെ ആർക്കും അഡ്വൈസുകൾ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വയനാട് ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ് കണ്ടത് അല്ലേ. വയനാട് എത്ര പേര് അപ്ലൈ ചെയ്തു, എത്ര പേര് കൺഫർമേഷൻ നൽകി, എത്ര പേര് എക്സാം എഴുതി, വെറും 731 പേര് മാത്രമാണ് വയനാട് ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞ തവണ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലെയുള്ള ഒരു PSC എക്സാം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കോമ്പറ്റീഷൻ ഇത്രയും കുറവുള്ള വെറും 731 പേര് മാത്രം എഴുതിയ ഒരു PSC എക്സാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു 6 മാസം മുൻപിലുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ആ ഒരു ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും ആ ഒരു ടോപ്പ് റാങ്കിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 6 മാസക്കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ, അതായത് പ്രത്യേകമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആ ഒരു രീതി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ആയിരുന്നു പ്രധാന വിഷയങ്ങളായിട്ട് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും 64 ചോദ്യങ്ങളാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വന്നത്. 64 ചോദ്യങ്ങൾ, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ 64 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. ആ 64 ചോദ്യങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും തയ്യാറാക്കുന്നത്. അതിന്റെ ഫലം തന്നെയായിരുന്നു 64 ചോദ്യങ്ങൾ വന്നതും. മാത്രമല്ല റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ വെറും 159 പേര് മാത്രം അടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയത് 37 പേരാണ്. അത് സ്റ്റേജ് വൈഡ് എക്സാം ആണ്. 37 പേരും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. 19 പേര് മെയിൻ ലിസ്റ്റിലും 18 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. അതുപോലെ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 55 റാങ്കുകൾ, 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 55 റാങ്കുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും ഉണ്ടാവും. താങ്ക് യു.